ഹലോ ഗായ്സ്, നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ പാലക്കാടിലേക്ക് ഒരു കുട്ടി യാത്ര പോയാലോ? ബാംഗ്ലൂർ ട്രാഫിക്കിൽ പെടണമെന്ന് വിചാരിച്ചാൽ രാവിലെ ഇറങ്ങിയാലും കൃത്യമായിട്ട് ആ ട്രാഫിക്കിൽ തന്നെ പെട്ടു. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ നല്ല വിശപ്പടിച്ചു. അങ്ങനെ നേരെ ശരവണ ഭവനിൽ കയറി. ദിവാലിയുടെ ഭാഗമായിട്ട് സ്വീറ്റ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നിറയെ സ്വീറ്റ്സ്. ഞാൻ ഓർഡർ ചെയ്ത അവിടെ പൂരിയാണ്. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ജിലേബി, അവരുടെ ദിവാലി സ്പെഷ്യൽ. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ പാലക്കാട് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഇതാണ് അവരുടെ വീട്. ഇവിടെ ഒരു സ്പെഷ്യൽ ആളുണ്ട്, ദേ ജൂലി. ഹായ് പറഞ്ഞേ ജൂലി. ഹായ് ഒന്നും പറയില്ല കേട്ടോ. അവിടെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വാമല പോയി. ഹൃദയ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് എവിടെയാണ്. ഈവനിങ് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ സൺസെറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തി. ഈ മലയൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, വാമല ടെമ്പിൾ. അവിടുത്തെ ഉത്സവം നടക്കുന്നത് ദിവാലി ടൈമിലാണ്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതൊക്കെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ പൂരം നടക്കുമായിരുന്നു. 3 ആനയ്ക്കുള്ള പൂരം. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ദിവാലി സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കമ്പത്തിരിയൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബാക്കിയെല്ലാം എനിക്ക് പേടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് പോയത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ടിപ്പു ഫോർട്ടിലാണ്, അഥവാ പാലക്കാട്. ഇവിടുത്തെ ഈ മരങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്. നല്ല തണൽ തരുന്ന മരങ്ങൾ. നമ്മൾ ആ പുറത്തിട്ട് കവാടത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണിത്. ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത്. കോട്ടയ്ക്ക് ചുറ്റിനും വെള്ളം കൊണ്ടൊരു ബാരിയർ തന്നെ പണിത് വെച്ചിട്ടുണ്ട്. പണ്ട് യുദ്ധസമയത്ത് ആരും പെട്ടെന്ന് കടന്നു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലിപ്പോൾ നിറയെ മീനുകളും ആമക്കുഞ്ഞുങ്ങളും ആണ്. കോട്ടയ്ക്കകത്തൊരു ചെറിയ ഹനുമാൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. മൈസൂർ സുൽത്താനായ ഹൈദരലിയാണ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇതിന് ടിപ്പു എന്നിട്ടത്. പിന്നീട് അത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. കോട്ട മുഴുവനും കരിങ്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തോട്ട് കുറച്ച് കാണാനൊക്കെ ഉണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ഫോർട്ട് തന്നെയാണിത്. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞി പാർക്ക് കാണാൻ പറ്റും. 25 റുപ്പീസ് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാം. ഒരു ഈവനിങ് ഒക്കെ വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. ഈ പാലക്കാടിലെ ചൂടിൽ തണുപ്പ് വരുന്ന ഏക സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇതിനകത്ത് കയറിയപ്പോൾ. കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്പേസസ് കിട്ടും, ഇരുന്ന് സംസാരിക്കാനും ഒക്കെ. കുറച്ചധികം ഫാമിലീസും കപ്പിൾസും ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കായിട്ട് ഒരു കുഞ്ഞി പാർക്ക് തന്നെയുണ്ട് ഇവിടെ. നെക്സ്റ്റ് നമ്മൾ പോയത് തത്വമംഗലം അക്വഡേറ്റിലേക്കാണ്. നിറയെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പച്ചപ്പൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ 2 സൈഡും ബ്രൗണിഷ് ആയിരുന്നു. കാരണം അവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞായിരുന്നു. റോഡിലൂടെ പോകുമ്പോൾ കൊയ്തെടുത്ത ഗോതമ്പൊക്കെ ഉണക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുവഴിയാണ് അക്വഡേറ്റിലേക്ക് നടക്കുന്നത്. അതായത് ഒരു കുഞ്ഞു പാലം, 2 സൈഡും വയലുകൾ നിറഞ്ഞൊരു പാലം തന്നെയാണ്. ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഈ പാടങ്ങളൊക്കെ കണ്ടിട്ട് ഈ പച്ചപ്പ് കാണുന്നില്ലേ, ആ സംഭവം സ്പ്രെഡ് ചെയ്ത് ഇവിടെ മൊത്തം നടുമ്പോഴാണ് നമുക്ക് ആ ഗ്രീനിഷ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. സീസൺ നോക്കി പോയില്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. കുറച്ച് അകലത്തിലെ പാടത്തിൽ നമുക്ക് താറാക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. കൃഷിയില്ലാത്ത സമയം ഇവർ താറാവിനെയൊക്കെ വളർത്താറുണ്ട് പാടത്തിൽ. നല്ല വെയിലായതുകൊണ്ട് അപ്പം തന്നെ സ്ഥലം വിട്ടു. പോകുന്ന വഴിക്ക് ഈ മയിൽക്കുട്ടനെയും കണ്ടു. തനി നാടനായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. പുഴയൊക്കെ കാണാം. അതുപോലെ തന്നെ ആടുകുഞ്ഞുങ്ങൾ റോഡിലൊക്കെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ തണുത്തൊരു ജ്യൂസ് കുടിക്കാനായിട്ട് ഈ ബ്ലൂബെറി ബ്രോഡ് കഫേയിൽ കയറി. നല്ലൊരു ആംബിയൻസ് ഉള്ള കഫേ. ഇതേ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ സിറ്റിംഗ് സ്പേസിൽ. അങ്ങനെ ഒരു തണുത്ത ഷേക്കും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. പബ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ പബ്സ് കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള പബ്സ് ആയിരുന്നു. കൂട്ടത്തിൽ ഒരു കുഞ്ഞു റോളും ഓർഡർ ചെയ്തു. രണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ ബ്ലൂബെറി കഫേ നല്ലൊരു കഫേ ആയിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് കേട്ടോ പോയത്. മോഹൻലാലിൻ്റെ വരവേൽപ്പ് ഫിലിമിലെ തൃപ്പല്ലൂർ മഹാശിവ ടെമ്പിളിൻ്റെ പ്രിമിസസിലുള്ളതാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത്. പുതുതായി നിർമ്മിച്ചതാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ ഇതുവരെ തീർന്നിട്ടൊന്നുമില്ല. ഈവനിങ് നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട്. ദെൻ ഈ പാലത്തിൻ്റെ കൂടെ സ്ട്രെയിറ്റ് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ആ ടെമ്പിൾ വരുന്നത്. ഇതാണ് ആ ടെമ്പിൾ. നമ്മൾ പോയ സമയത്ത് അവിടെ ഉത്സവം നടക്കുമായിരുന്നു. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഈ വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റി കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജിലാണ്. കൽപ്പാത്തി രഥോത്സവം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള രഥങ്ങളാണ് ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ഹെറിറ്റേജ് വില്ലേജ് ആണ് കേട്ടോ കൽപ്പാത്തി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് തമിഴ് ബ്രാഹ്മിൺസിൻ്റെ കൾച്ചറാണ്. ഇടയ്ക്കുള്ള വീടുകളൊക്കെ അവർ പുതുക്കി പണിതിട്ടുണ്ട്. അവിടെ നമുക്കത് കാണാൻ പറ്റത്തില്ല. ഇവിടെ കാണാനായിട്ട് വരികയാണെങ്കിൽ രാവിലെ തന്നെ വരണം. രാവിലെ ഒരു 6 മണി സമയത്തൊക്കെ വരുമ്പോൾ അമ്മമാരൊക്കെ ഇവിടെ കോലെഴുതുന്ന കാഴ്ചയൊക്കെ കാണാം. അതിമനോഹരമായിരിക്കും കേട്ടോ. ഞങ്ങളെത്തിയപ്പോൾ ഉച്ചയായിപ്പോയി. ഈ ടെമ്പിളിൻ്റെ താഴെ ഇറങ്ങിപ്പോകുമ്പോഴേക്കും നമുക്കൊരു പുഴ കാണാൻ പറ്റും. ഇവിടെയാണ് ബലിയിടുന്ന ചടങ്ങുകളൊക്കെ നടത്തുന്നത്. പാലക്കാട് പോയ ഈ വില്ലേജ് എന്തായാലും പോയി കാണണം. 4 മണി ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു കേട്ടോ. പാലക്കാടിൽ നിന്ന് ഒരു കുഞ്ഞ് സൺസെറ്റൊക്കെ കാണാൻ പറ്റി. 3 ഡേയ്സിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത യാത്രയിൽ എന്തായാലും കുറച്ചുകൂടെ സ്ഥലങ്ങൾ കവർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.